നമസ്കാരം. ഇതെല്ലാം കാണുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയണമെന്ന് അറിയത്തില്ല. ഐ ഫീൽ സോറി ഫോർ ഓൾ സീയിങ് സച്ച് തിങ്സ്. എന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഗൾഫ് കൺട്രീസിലൊന്ന് പോകാൻ ചാൻസ് കിട്ടി. ഖത്തറിൽ, ദുബായിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ചെല്ലുമ്പം ചില സ്ഥലങ്ങളിൽ ചില എക്സിബിഷൻസ് അവർ നടത്താറുണ്ട്. പെർമനൻറ്റ് എക്സിബിഷൻസ് എന്ന് വെച്ചാൽ ഹൗ ദേ ലിവ്ഡ്, അവരെങ്ങനെയാണ് ജീവിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഈ ഓയിലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മൂക്കിൽ കൂടെ തുളയിട്ട് കയറ് കയറ്റി കടലിൽ പോയി മുങ്ങി പേളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു ജീവിതാവസ്ഥയായിരുന്നു അവരുടെ. So they are proud that they were living like that, and now they have become mighty rich. ഇല്ലേ? അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാന്ന് പറയുന്നതിൽ അവർക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ടാണല്ലോ അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്തുവാ? 75 വർഷം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ ദളിതരും ആദിവാസികളെ ജീവിക്കുന്ന ഇപ്പോഴും കാട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതി അത് കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ ഡിപ്ലോറബിൾ അല്ലേ, ഹൈലി ഡിപ്ലോറബിൾ. സത്യം പറഞ്ഞാൽ കേസ് എടുക്കണം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ, ആര് ചെയ്താലും. കാരണം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അവർ ഇങ്ങനെയാണ്, അന്ന് ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇവരിപ്പോഴും ഇങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ്. കേരളീയം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ അത് അവതരിപ്പിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, നോട്ട് ദാറ്റ് ദേ ലിവ്ഡ് ലൈക്ക് ദാറ്റ്. അവരെയൊക്കെ ഞങ്ങളിപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയല്ല. ദേ സ്റ്റിൽ ലിവിങ് ലൈക്ക് ദാറ്റ്. അവർ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുകയാണ്. ഡിപ്ലോറബിൾ എന്ന് മാത്രമല്ല, എന്താ വാക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. സോ അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. സത്യത്തിൽ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾ, അവർ നമ്മളോടൊപ്പം ജീവിക്കുന്ന, അവർ ഇവിടുത്തെ വോട്ടേഴ്സ്, അവരിവിടുത്തെ സിറ്റിസൺസ് ഇല്ലേ, എല്ലാവരും അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത. ആ ജനതയെ കൈപിടിച്ചുയർത്താൻ എന്താ ഇവർ ചെയ്യുന്നത്? ഒരു 14 നിയമസഭാ യുവജനക്ഷേമ കാര്യസമിതി റിപ്പോർട്ട് വന്നിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുക 7 വർഷം കൊണ്ട്. അത് ഹൈലി ഡിപ്ലോറബിളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാപ്പ് പറയണം, മുഖ്യമന്ത്രി മാപ്പ് പറയണം. ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവർ നമ്മളെ കണക്ക് ജനങ്ങളാണ്, ഇന്ത്യൻ സിറ്റിസൻസാണ്. അത് മറക്കരുത്.